പണി മാറ്റി വന്നപ്പോഴാണ് അച്ഛൻ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് കൂട് വെച്ചിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ട് എടുത്തടാ എന്നുള്ളത്. അങ്ങനെ നേരെ ഞാനും വൈഫും മക്കളും കൂടിയിട്ട് വീട്ടിൽ ചെന്ന് മീൻ വാങ്ങി. അങ്ങനെ നേരെ ഞങ്ങൾ അവരോട് ടാറ്റ പറഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങൾ റിട്ടേൺ തിരിച്ചു. നേരെ അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്ന വീട്ടിൽ ഉമ്മറത്ത് കൊടുന്നിട്ട് മീൻ ചെരിഞ്ഞ് ആ 3 മീൻ ഉള്ളതിൽ വലുത് വെച്ചിട്ട് 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നമ്മളുടെ ഒരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ട്, അവന് കൊടുക്കണം. ബാക്കി 1 നമ്മൾക്ക് എടുക്കണം. അങ്ങനെ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ബ്രാലിനെ ഇപ്പോൾ തുറന്നു നോക്കുകയാണ്. അപ്പോൾ അതിൽ 2 നമ്മൾ വേറെ ആൾക്കാർക്ക് കൊടുത്തു, 1 വലുത് നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രാല്, വലിയ ബ്രാല് നോക്കിയിട്ട്. സുധിട്ടൊന്ന് കൈയിട്ട് കളിക്കടാ, ചാട് നോക്ക്, പുറത്തേക്ക് ചാട് നോക്ക്. ചാടില്ല, അവൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞു വെള്ളത്തിൽ കിടന്നിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ റെഡിയാക്കുക. എന്നാൽ നമുക്ക് ഇതിനെ റെഡിയാക്കാനുള്ള പരിപാടി ചെയ്യാം. എന്താ മുതല്, ആഹാ ആ പിടിച്ചേ. സിദ്ധ ഒന്ന് പിടിച്ചടാ. ആ പിടിച്ചാൽ പറ്റില്ല. ആഹാ താഴത്ത് കേട്ട, താഴത്ത് കേട്ട അമ്പ മണ്ണിൽ അത്യാവശ്യം 1 കിലോ എന്തായാലും വലിപ്പം വരും അല്ലേ. ആ തുക്കുക, എങ്ങനെയുണ്ട് മീമിനെ നമുക്ക് മുറിക്കുക. ഒന്ന് വറക്കുക, എന്നിട്ട് ഒന്ന് ഓക്കെ. അപ്പോൾ നന്നാക്കാനുള്ള പരിപാടി ചെയ്യാം. എന്താ ഇവിടെ ചിറങ്ങില്ലേ. ചതുരത്തല്ലേ, ചതുരത്തിലെത്ത വഴുക്കുണ്ടാക്കിടുന്നിട്ട് തൊലി വിളിക്കാണ്ട് ചതുമ്പലെത്തോണ്ട് പറ. ഇതെന്താ വേണ്ട, തൊലി വിളിക്കാണ്ട് ചതുമ്പലെത്തോണ്ട് തൊലി വിളിക്കാല്ലേ വേണ്ട. കുറച്ച് വെണ്ണൂർ എടുത്തിട്ട് പോരെ, നല്ല വഴുക്കലുണ്ട്, നല്ല വഴുക്കി പോവുക. വെണ്ണൂർ ഇടാണ്ട് ഒരു രക്ഷയില്ല, നല്ല വഴുക്കലാക്കി ഇതുവോ. എന്താ ചെയ്യണ്ട്, എന്താ ചെയ്യണ്ട്? എന്താ വഴുക്കി പോവാനുള്ള ഇച്ചിരി ടാസ്ക് പരിപാടിയാണ് ടൈമിൽ നിന്ന് നന്നാക്കല്. എങ്ങനെയുണ്ട്? അത് വലിപ്പം മതിയില്ലേ സിദ്ധുവോ? ഈ വലിപ്പം മതിയില്ലേ? നല്ല വലിപ്പമായില്ലേ? വലിപ്പല്ലേ? പിന്നെ ഓമ്പോ ഉള്ളിനൊക്കെ ഭയങ്കര ശക്തി കേട്ടാ. ഇത് കിട്ട് കുറവില്ല, വലിപ്പം പറഞ്ഞേ. ഓമ്പോ എണ്ണപ്പല്ലട്ടാ, കത്തി കിട്ടണില്ല ശരിക്കും. എന്താ ദൈവം, നല്ല ടാസ്ക് സംഭവം കേട്ടോ മീൻ നന്നാക്കല്.
ഒമ്പത് വഴിക്ക് പോടും. സിദ്ധപ്പാ എന്ത് ചെയ്യാ? എന്താടാ? നാളെ ചിക്കൻ്റെ വീട് അയ്യോ ഇനി ഇത്രയും കൂടി ഉണ്ടല്ലേ. ദൈവേ കയർത്തു വിട്ടാ ഞാൻ ശരിക്കും കയർത്തു തുടങ്ങി. എന്തിനു നീ വയർക്കണ്ടാ? പുറത്ത് വന്നിട്ട് കാറ്റില്ല അല്ലേ? അല്ലേ നല്ല കാറ്റുണ്ടാവും. ഈ തലയും കൂടി കേട്ടോ. നീ നമ്മുടെ തല റെഡിയാക്കലാണ് അടുത്ത ടാസ്ക്. നല്ലപോലെ വൃത്തിയാക്കിയാൽ നല്ലപോലെ കഴിക്കാം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും. ഇനി നേരെ അടുക്കളയ്ക്ക് പോവാം. നമ്മുടെ മുറിച്ച് വെച്ച മീനിലേക്കുള്ള മസാല എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഗരം മസാല, എന്നിട്ടത് കുരുമുളകല്ലേ, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം. ഇത്രയും സാധനങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ്. എന്നിട്ട് മസാല തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. അരച്ചു കൊണ്ടുവന്ന മസാല നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മസാല കേട്ടോ. അത് വീഴുന്നില്ലല്ലോ. അടിച്ചു വെച്ച മസാല നമ്മൾ ഇതിലേക്ക് പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇനി ഓരോ മീനും ഇതിലേക്ക് പറക്കിയിടാം. ഉപ്പ് നമ്മൾ ഇട്ടില്ലേ? ഉപ്പ് നമ്മൾ പറയാൻ മറന്നാണല്ലേ, അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. മസാലയുടെ കൂട്ട് പറയണതിൽ ഉപ്പ് പറയാൻ മറന്നാണ്. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം ഉപ്പ് എങ്ങനെ കൂടുതലാണെങ്കിൽ കുറവാണെന്ന് നോക്കാം. കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാമല്ലോ. എന്താ സിത്തുക്കുക? ഈ മസാല ഉണ്ടാക്കാൻ പോവാ? ആഹാ. നല്ലതുപോലെ ഇപ്പം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഉള്ള പരിപാടികൾ നോക്കാം. ഇതൊന്ന് റസ്റ്റിങ് വയ്ക്കാം. പാന് ചൂടായി വന്നിരിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്യാം. അത്യാവശ്യം വെളിച്ചെണ്ണ വേണം, കാരണം മുങ്ങി പൊരിഞ്ഞെടുക്കണ്ടേ. ആ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2 അല്ലി വേപ്പില നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. എന്താ അവസ്ഥ? അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി മീൻ കൊടുക്കുന്ന മീൻ അറിയുന്നത് ഈ തലഭാഗം ഞാൻ ഉണ്ടാക്കി നിർത്തിയതാണ്. അത് മതി. ഇനി അടുത്ത ട്രിപ്പ് 2-3 ട്രിപ്പായിട്ട് നമുക്ക് വറക്കാം.
എണ്ണയിൽ മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. വൺ സൈഡ് മറച്ചിട്ടില്ല കേട്ടോ, മറയ്ക്കാനുള്ള പരിപാടിയാണ് ഇനി. വൺ സൈഡ് ആയില്ലാവും ആയില്ല കേട്ടോ. ഒരു സൈഡ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് കൂടി വെന്ത് കിട്ടിയാൽ ചുവന്മാരെ എടുത്തിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് വറുത്തതൊക്കെ വെന്ത് ഇരിക്കുന്നത് എടുക്കായി. നമ്മൾ ആദ്യം തന്നെ തലയുടെ കിട്ടിട്ടുണ്ടല്ലേ, നന്നായി ഒന്ന് പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടോ. ഹലോ, രണ്ടാളും കൂടിയിട്ട് എന്താ പരിപാടി? നമുക്ക് മീമി കഴിക്കുക. എന്താ കൊടുന്ന ബ്രാല് കഴിച്ചു നോക്കുക. കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ, ബാക്കി ചോറിന് കഴിക്കാട്ടാ. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയും. ഇതാണ് മീൻ. എങ്ങനെയുണ്ട്? ഓരോ കഷ്ണം എടുത്ത് കഴിച്ചാ? ആ, ഒരു കഷ്ണം കേട്ടോ. വലിയ കഷ്ണത്തിൽ തന്നെ മുറിക്കണേ. എടുത്തോ, എങ്ങനെയുണ്ടെന്ന് പറയണോട്ടാ. ചൂടുണ്ടോ? സിദ്ധു ഒന്ന് പൊട്ടിച്ചു കൊടുത്തടാ. ഒരു ആ പൊള്ളച്ചിക്കണ ഭാഗം നുള്ളി കയമ്പുള്ളത് ബ്രാൻഡ്. ഒന്നുള്ളിട്ട് വായിച്ചു കൊടുത്താ. സൂപ്പറായിണ്ടോ? സൂപ്പർ പറഞ്ഞെങ്ങനെ സൂപ്പറായിട്ടോ പറയാ? സൂപ്പർ അമ്പാ. അപ്പോൾ നമ്മുടെ മീൻ വറുത്ത വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. ഒന്ന് കൈ കാണിക്കേ. അടിപൊളി.